പാലക്കാടൻ പോരിൽ ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. സന്ദീപ് വാര്യർ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കണ്ടു. അതിനുശേഷം സന്ദീപ് പ്രതികരിക്കുന്നു. അതിലേക്ക് നമ്മുടെ സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടുത്തെ മതപരമായ രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. അദ്ദേഹത്തെ പോലൊരു കാലമായി ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത്. അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു. വലിയ സന്തോഷം. തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ്. സുവർണലിപികൾ പാർട്ടികളും എല്ലാ അംഗീകരിക്കപ്പെടുന്ന നയങ്ങളും നിലപാടുകളുമാണ് സമസ്ത കേരള ജമിയത്തുലമക്ക് ഉള്ളത്. അപ്പം മതസൗഹാർദ്ദം ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നെ കാണുക എന്ന് പറഞ്ഞതും സാധിക്കാതെ തങ്ങളെ കാണുക അതൊക്കെ പറഞ്ഞത്. ബിജെപിയിൽ നിന്ന് വന്ന ആളെന്ന രീതിയിലാണ് സന്ദീപിനെ വിമർശിക്കുന്നത്. അല്ല അങ്ങനെയൊന്നും നിലപാട് മാറ്റി വരികയാണ്. അല്ല അങ്ങനല്ല. അത് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം. അപ്പോൾ സന്ദീപ് വാര്യർ മൂപ്പര് അവർ അത് പിന്നെ BJP ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും. പിന്നെ മൂപ്പര് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു. അത് സ്വീകരിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ്. മൂപ്പര് പറഞ്ഞല്ലോ, മൂപ്പര് BJPയിലാവുമ്പോഴും ഒന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. BJPയുടെ പല നേതാക്കന്മാരായിട്ട് നമ്മൾ വന്നു. മതേതരത്വത്തിലേക്ക് അദ്ദേഹം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അങ്ങനെ തന്നെയല്ലേ മൂപ്പര് അങ്ങനെയുള്ള പറഞ്ഞത്. അതുകൊണ്ടാണോ താങ്കൾ പിന്തുണയ്ക്കുന്നത്? ഞാനിവിടെ ഈ ഇത്തരത്തിലുള്ള എല്ലാവരും ഒരു നന്മ എന്നുള്ള ചെയ്യണം എല്ലാവരോടും. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം അതൊന്നും ഇപ്പൊ ചോദിക്കണ്ട. അത് പത്രത്തിൽ വരുന്ന പരസ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മൾ സ്വീകരിക്കുമല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ കൂടിക്കാഴ്ചക്ക് വല്ല പ്രാധാന്യമുള്ളതാണ്? അല്ല, അതൊക്കെ പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മൂപ്പര് അതിനു വേണ്ടി വന്നതല്ല. അതിന്റെ ഒരു പ്രാധാന്യം നിൽക്കുമ്പോൾ ഒന്ന് കഴിച്ചോളില്ല. വെറുപ്പിന്റെ കമ്പോളത്തിലെ സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് തന്നെയാണ് സന്ദീപും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അതങ്ങനെ തന്നെയല്ലേ. നിങ്ങളുമൊക്കെ അങ്ങനെ തന്നെ. ഞാൻ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയല്ലേ. മതി മതി മതി. നിങ്ങളുടെ സന്ദർശനം ഒരു വിമർശന വിധേയമാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ സന്ദർശനമൊക്കെ കഴിഞ്ഞ ദിവസം വിമർശനത്തിന് അത് നമ്മളോടല്ലേ ചോദിക്കണം. നമ്മളിപ്പോ ആരും ഞാൻ പറഞ്ഞില്ല, എല്ലാരും കാണണമെന്നല്ലേ പറഞ്ഞത്. പിന്നെ അതോട് അവസാനിച്ചല്ലേ. ഞാൻ ഇന്നലെ പെരുന്നയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉപദേശങ്ങൾ തേടുന്ന, ഞാനേറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആദരിക്കുന്ന ജി സുകുമാരൻ നായർ സാറിൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും അനുഗ്രഹവും ആശീർവാദവും എനിക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ സമസ്ത മേഖലകളിലെയും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണയും സ്നേഹവും എൻ്റെ ഈ രാഷ്ട്രീയ നിലപാടിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതായിരിക്കണം കേരളത്തിലെ പൊതു മനസ്സാക്ഷിയുടെ ഒരു അംഗീകാരം. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നലെ അദ്ദേഹവും വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നൽകിയിട്ടാണ് ഇന്നലെ എന്നെ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എന്നെ യാത്രയാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന ഈ സ്നേഹവും കരുതലും ഈ അനുഗ്രഹവും തന്നെയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇതിനെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ല. അങ്ങനെ ആക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ അതാണ് തങ്ങളും അതാണ് പറഞ്ഞത്. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രതി എൻ്റെ കളക്ഷനിൽ ഉണ്ടായിരുന്നത് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി. അത് ഈ സന്ദർഭത്തിൽ തങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ നൗഷാദ് സാഹിബിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാരും തീർച്ചയായിട്ടും പിന്തുടരേണ്ട നമ്മുടെ ഭരണഘടന. അതാണല്ലോ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, ആ കോൺഗ്രസിൻ്റെ നിലപാട് കൂടിയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന
മതസ്വാതന്ത്ര്യം, തുല്യത അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും എൻ്റെ നിലപാട് ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പമാണ് എന്നുള്ള എൻ്റെ വിനീതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ്, അതിൻ്റെ സന്ദേശം കൂടിയാണ്. താങ്കൾ പാണക്കാട് വന്നതിന് ശേഷമാണ് പാണക്കാട് തങ്ങൾക്കും പാണക്കാട് തങ്ങന്മാർക്കും ഒക്കെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തങ്ങളും പറഞ്ഞു എല്ലാം അതെ എല്ലാവരും വിവാദത്തിനുണ്ടാക്കാൻ നിങ്ങൾക്കും വിവാദമായിരിക്കും ആവശ്യം, ഞങ്ങൾക്ക് എന്തായാലും വിവാദത്തിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞ കാര്യം. അപ്പോൾ പോലും ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമായി അത് വിലയിരുത്തപ്പെടില്ല. അല്ല, ഞാൻ നോക്കൂ, നിങ്ങൾ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കാത്തുണ്ട്. ഞാൻ BJP നേരത്തെയുള്ള സമയത്തും ഞാൻ കേരളത്തിലെ വിവിധ സാമൂഹിക മേഖലകളിൽ യാത്ര ചെയ്യുകയും ഇതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ പലപ്പോഴും BJP നേതാക്കന്മാരുടെ സാധാരണ ആളുകളുടെ ലിസ്റ്റിൽ പലപ്പോഴും അവർ പോകാത്തത് കൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ശ്രീധരൻപിള്ള സാറിനെ പോലുള്ള ആളുകൾ പോകാറുണ്ടല്ലോ, എനിക്കറിയാം. ശരി, സന്ദീപ് വാര്യരാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി സംസാരിച്ച ശേഷം കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതികരിക്കുന്നത്. സൂര്യതേജസ്സോടെ നിൽക്കുന്ന സംഘടനയാണ് സമസ്ത. ചെറുപ്പം മുതൽ തന്നെ ജിഫ്രി തങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വരുന്നത്. ജിഫ്രി തങ്ങളുടെ പ്രതികരണത്തിൽ പരസ്യം, അത് ആരുടെ പരസ്യമായാലും പത്രത്തിൽ സ്വീകരിക്കാതെ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമല്ലേ. മാത്രമല്ല എല്ലാവരും നല്ല നിലയിൽ പ്രവർത്തിക്കട്ടെ എന്നതാണ് തന്റെ പൊതുവായ കാഴ്ചപ്പാട് എന്നത് പറയുന്നു. രാഷ്ട്രീയമില്ല ഈ സന്ദർശനത്തിന് എന്ന് സന്ദീപ് വാര്യരും പറയുകയാണ്. ഏതായാലും വളരെ പ്രധാനമാണ്, രാഷ്ട്രീയമായി തന്നെ ചർച്ചയാകും ഈ കൂടിക്കാഴ്ചയും.